ലാൽസലാം വീണ്ടും ഒരു ചിത്രം കൂടെ റിലീസിനെത്തുകയാണ്. ഇക്കുറി എത്തുന്നത് രാവണപ്രഭു 4Kയിലെത്തുമ്പോൾ അത് റിലീസ് ചെയ്യുന്നത് ഒക്ടോബർ 10-ന്. ഇതൊക്കെ നോർമൽ കാര്യം. ഞെട്ടിക്കുന്ന കാര്യം വേറെ ഒന്നുമല്ല, സിനിമയുടെ ടിക്കറ്റുകൾ കിട്ടാനില്ല. അതായത് ഏകദേശം 13 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സിനിമ ഹൗസ്ഫുൾ ആകുന്നു എന്നുള്ളതാണ്. അതെ, ഇന്ന് സിനിമ റിലീസ് ചെയ്യാൻ എത്ര തിയേറ്റർ എന്ന് പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഉള്ള തിയേറ്ററുകളിൽ വലിയ രീതിയിലുള്ള തിരക്ക്. മോർണിംഗ് 7 മണിക്കായിരിക്കും സിനിമയുടെ ഷോ തുടങ്ങുന്നത് എന്ന് പറയാം. ഇത്ര എനർജറ്റിക് ആയിട്ട് മലയാളത്തിലെ സിനിമകൾ കാണണമെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലേക്ക് തന്നെ പോകേണ്ടി വരും. ഇന്നത്തെ സിനിമകളൊക്കെ കാണുമ്പോൾ ഈ ഒരു സിനിമയൊക്കെ ഉണ്ടാക്കിയ പഞ്ച് എത്രത്തോളം എന്ന് പറയാം. അതായത് ഇന്ന് ആഘോഷിക്കാൻ പോവുകയാണ്, ആർമാദിക്കാൻ പോവുകയാണ്. അതെ, ഈ ഒരു കാലഘട്ടത്തിൻ്റെ ന്യൂനത ആണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഇത്രത്തോളം ഗംഭീരമായിട്ട്, ഇത്രത്തോളം ഒരു പവറോടെ ഒരു സിനിമ ചെയ്യണമെങ്കിൽ അത് മോഹൻലാൽ തന്നെയുള്ളൂ. നമുക്ക് ആ ഒരു ഫുൾ പ്രസൻസ്, അമ്മാതിരി ആർമാദിക്കാനുള്ള എല്ലാ എലിമെൻറ്റുമുള്ള ഈ ഒരു സിനിമയായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ ആണ് ഈ ഒരു ചിത്രം എന്ന് തന്നെ പറയാം. അന്ന് സ്ഥിരം ഇതേപോലെയുള്ള സിനിമകളാണെങ്കിൽ ഇന്ന് ഇങ്ങനെയൊരു സിനിമ കാണാൻ പോലുമില്ല. എന്താണെങ്കിലും എറണാകുളം കവിതയിൽ തലേ ദിവസം തന്നെ 9-ാം തീയതി തന്നെ ഷോ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കേൾക്കുന്നു. അത് തന്നെ ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ള ലെവലിലാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രാവിലെ 7 മണിക്കുള്ള ഷോ ഓൾറെഡി ഹൗസ്ഫുൾ ആയിരിക്കുന്നു. എന്താണ് മോഹൻലാലിൻ്റെ ഫാൻ പവർ എന്ന് നോക്കുക. അത് തന്നെയാണ്. അതെ, റിലീസ് ചെയ്യുമ്പോഴും വീണ്ടും വീണ്ടും കാണാൻ കൊതിപ്പിക്കുന്ന ചിത്രങ്ങൾ മോഹൻലാലിന് ഒരുപാടുണ്ട്. ബാക്കിയുള്ളവർക്ക് ഏതാനും സിനിമകളുണ്ടെങ്കിൽ മോഹൻലാലിന് ഒത്തിരി സിനിമകളുണ്ട്. അത് തന്നെയാണ് മോഹൻലാൽ എന്ന താരത്തെ ഇത്രത്തോളം നമ്മളെ ഇഷ്ടപ്പെടുത്തുന്നതും. കാരണം ഓരോ കാലഘട്ടത്തിലും ഏത് കാലഘട്ടത്തിൽ നോക്കിയാലും നമുക്ക് ഇഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള പഴയ സിനിമകളും കൂടെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ആരൊക്കെയാണ് ഈ സിനിമയ്ക്ക് ബുക്ക് ചെയ്യുന്നത്? കാത്തിരിക്കാം. ലാൽസലാം.